മഴയും ഉരുൾപൊട്ടലോ? നിങ്ങൾ എവിടത്തെ കാര്യമാണ് പറയുന്നത്? നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്ന ശാരദാമ്മേ. പേമാരിയും കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും ഒന്നും നിങ്ങൾ കാണുന്നില്ലേ? അതീന്ന് ഒരു വിധത്തിൽ കരകയറി പോന്നതാ ഞാൻ. നോക്ക്, തുണി മുഴുവൻ നനഞ്ഞു. ഒന്ന് ഈറം മാറണം. ശാരദാമ്മയ്ക്ക് എന്താ ഒരു അങ്കലാപ്പ് പോലെ? കാര്യങ്ങൾ പെട്ടെന്ന് ആയിക്കോട്ടെ. അവിടുന്ന് അവരെന്നെ വിടാൻ മനസ്സുണ്ടായിട്ട് വിട്ടതല്ല. എവിടെന്ന്? ക്യാമ്പീന്ന്. ക്യാമ്പ്? മുറ്റത്ത് വെള്ളം മുട്ടറ്റുമായ മലമുകളിലുള്ള സ്കൂളിലെ അഭയം. ആടും കോഴിയും പശുവും എന്ന് വേണ്ട എല്ലാം അവിടെയാ. അവിടുന്ന് ആരെയും പുറത്തു വിടാറില്ല. ഒരത്യാവശ്യം ആയതുകൊണ്ടാ ഞാൻ ചോദിച്ചിട്ട്. ഒരു നേരമാണെങ്കിൽ ഒരു നേരം ഇവിടുന്ന് വിശപ്പടക്കിയതിന് നന്ദിയുണ്ട്. ഞാനെന്തോ പിച്ചും പേയും പറയുവാണെന്ന് തോന്നിയിട്ടുണ്ടാവും ശാരദാമ്മയ്ക്ക്. ഒക്കെ വിശദമായിട്ട് പറയാം. ഈ നേരം മുഴുവൻ മഴയത്തായിരുന്നു. ഒന്ന് കുളിക്കണം. ഞാൻ അകത്തേക്ക് കേറട്ടെ ശാരദാമ്മേ? ഹലോ ഹലോ, നിങ്ങളുടെ വണ്ടി എന്നെ കടന്നാ പോയത്. ഇങ്ങ് പുറകിലേക്ക് വാ. ആ വലിയ ആളിന്റെ ചോട്ടില്. ആ ശരി ശരി. വണ്ടി ഒന്ന് നിർത്തിക്കേ. ആ റിവേഴ്സ് എടുക്ക. നിങ്ങളാണ് എന്നെ വിളിച്ചത്? എന്താ? സുസ്മിതയ്ക്ക് ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ സമയമുണ്ടെങ്കിൽ. സുസ്മിതയ്ക്ക് ആരെയും പേടിയില്ലെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി പറ, നീ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെ? സമയമില്ലാന്ന് പലവട്ടം പറഞ്ഞിട്ടും കാണണമെന്ന് വാശി പിടിക്കുന്നെ. എന്റെ പേര് സുസ്മിതയെ കാണുന്നത് കൊണ്ടുള്ള ആവശ്യം ഇതൊക്കെ പലവട്ടം എന്നോട് ചോദിച്ചെങ്കിലും ഞാൻ പറഞ്ഞില്ല. ഉചിതമായ സന്ദർഭത്തിൽ അത് പറഞ്ഞാലേ പ്രയോജനമുള്ളൂന്ന് തോന്നി. ഇനിയും ചുറ്റി വളച്ച് മൂക്കെ പിടിക്കാൻ നിൽക്കല്ലേ. കുറച്ചു നാളായിട്ട് നീ എനിക്കൊരു തലവേദനയാ. കാര്യം എന്താന്ന് വെച്ചാ പറയേ. സുസ്മിതയുടെ തലവേദന തീരാൻ പോകുന്നു. എനിക്കൊരു യാത്രയുണ്ട്. അതിനു മുമ്പ് സുസ്മിതയെ കൊണ്ട് ഉദ്ദേശിച്ച കാര്യം നടത്തണം. സുസ്മിത ഇപ്പൊ ആലോചിച്ചെന്താന്ന് എനിക്ക് മനസ്സിലായി. സുസ്മിത ആൾക്കാരെ കൊണ്ട് കാര്യം നടത്താറേ ഉള്ളൂ. സുസ്മിതയെ കൊണ്ട് ആരും കാര്യം നടത്തിയിട്ടില്ല എന്നല്ലേ? അപ്പൊ നിനക്ക് സുസ്മിതയെ കുറിച്ചൊരു ഏകദേശ ഗ്രാഹ്യമൊക്കെ ഉണ്ട്. ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാടി നീ സുസ്മിതയുടെ പിന്നാലെ കൂടിയിരിക്കുന്നെ? അതിന് കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താണെങ്കിലും എനിക്ക് താല്പര്യം ഇല്ലെങ്കിലോ? എടി, സുസ്മിതയ്ക്ക് ആവശ്യമുള്ളവരെ സുസ്മിത അങ്ങോട്ട് തേടി ചെല്ലും. കാര്യം നടക്കാൻ കരയും കാല് പിടിക്കും, കാശ് കൊടുക്കും. അങ്ങനെ എന്തും ചെയ്യും.
സുസ്മിതയ്ക്ക് ആവശ്യമുള്ളവരുടെ അടുത്ത് മാത്രം. അറിയാം, എന്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. എന്റെ ചേച്ചിയെ സുസ്മിത മറന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. കരുണ ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു. പേര് വിദ്യ. ശ്യാമയ്ക്ക് അബോഷനായി എന്നുള്ളത് സത്യം തന്നെയാണ്. ആ ശ്യാമ ഇവിടെ വന്നിട്ടുണ്ട്. സുസ്മിതയ്ക്ക് ഇത് വളരെ വിലപ്പെട്ട വിവരമാണെന്ന് എനിക്കറിയാം. അതിന്റെ വിലയൊന്ന് തന്നേക്കണേ. എന്റെ കല്യാണം ഇങ്ങ് അടുത്തു. ഓ ശരി, ഏറ്റു. വിട്ടേ, നീ എന്നാ MBBS എടുത്തത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഡോക്ടർ, ഞാൻ എന്നോട് ചോദിക്കാതെ എന്റെ പേഷ്യന്റിനെ പരിശോധിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? വിദ്യ, അതെ, വിദ്യ തന്നെ. മര്യാദയ്ക്ക് കിട്ടുന്ന ശമ്പളമായിട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചതാ എന്റെ ചേച്ചി. ചേച്ചിയെ പണം നൽകി പ്രലോഭിപ്പിച്ച് വേണ്ടാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിച്ചത് സുസ്മിതയാ. നിന്നോടിതൊക്കെ ആരാ പറഞ്ഞു? ചേച്ചി തന്നെ. എന്നാലേ എനിക്കതിലൊരു മനസാക്ഷി കുത്തുമില്ല. അവൾ എനിക്ക് എന്തെങ്കിലും വിവരം ചോർത്തി തന്നിട്ടുണ്ടെങ്കിലേ അതിന്റെ 10 ഇരട്ടി പണമായിട്ട് ഞാൻ പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അതുകൊണ്ട് എനിക്ക് 10 പൈസയുടെ പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളത് വേറെ കാര്യം. അതിന്റെ വേദന ചേച്ചിക്ക് എന്നും ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണം അടക്കം നടന്നത് സുസ്മിതയുടെ കാശുകൊണ്ടാ. എന്നിട്ടും സുസ്മിതയ്ക്ക് ഉപകരിക്കുന്ന വിവരം കൊടുക്കാൻ ചേച്ചിയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന് എപ്പോഴും ചേച്ചി സങ്കടപ്പെടുമായിരുന്നു. ചേച്ചി പറഞ്ഞിട്ട് ആ കടം വീട്ടാൻ വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നത്. മനസ്സിലായില്ല. ശ്യാമ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല എന്ന് ചേച്ചി പറഞ്ഞത് 100% സത്യ. ആ കാര്യം തെളിയിക്കണം. അതിനൊക്കെ ശാസ്ത്രീയമായ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ ഇപ്പോ. വിദ്യയുടെ അനിയത്തി അല്ലേ? അതെ. എന്താ നിന്റെ പേര്? നീലിമ. ശാലിനിയുടെയോ ശ്യാമയുടെയോ കാര്യം പറഞ്ഞ് എന്തെങ്കിലും ഏഷണി പറഞ്ഞ സുസ്മിത കൈ നിറയെ കാശ് വെച്ച് തരുമെന്ന് പറഞ്ഞത് നിന്റെ ചേച്ചി തന്നെയാവും അല്ലേ? നീലിമേ, ഞാൻ നിന്റെ ചേച്ചി ആദ്യം കാണുമ്പോഴേ അവക്കേതാണ്ട് ഇതേ പ്രായമായിരുന്നു. കാശിന് നല്ല ആവശ്യമുള്ള സമയം. കല്യാണം നടക്കണം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോണം. രണ്ടായാലും പണം വേണമല്ലോ. അങ്ങനെ ഞെങ്ങി ഞെരുങ്ങി നിൽക്കുമ്പോഴാ ഞാൻ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത്. വിദ്യയെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ശ്യാമയ്ക്ക് അബോഷനായി എന്നുള്ള വിശ്വാസം മനസ്സിലുറപ്പിച്ച ഞാൻ വിദ്യയെ ചെന്ന് കാണുന്നത്. തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പലവട്ടം ഒഴിഞ്ഞു മാറാൻ നോക്കി വിദ്യ. അപ്പോ പണം കാട്ടി പ്രലോഭിപ്പിച്ചത് ഞാൻ തന്നെയാ. വിദ്യയുടെ സ്ഥാനത്ത് ആരായാലും ആ സമയത്ത് കള്ളം പറഞ്ഞു പോവും. വിദ്യയെ അത്രയും ചെയ്തുള്ളൂ. എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടതുപോലുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ച് പണം പിടിഞ്ഞു. തെറ്റ് എന്റെ ഭാഗത്താ. പക്ഷെ വീണ്ടും അത് ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നീലിമയ്ക്ക് പണം എത്രയാ വേണ്ടേന്ന് വെച്ചാൽ പറ, ഞാൻ തന്നേക്കാം. എന്നെ വെറുതെ ഫൂളാക്കണ്ട. സുസ്മിത പറഞ്ഞത് ശരിയാ. എനിക്ക് പണത്തിന് ആവശ്യമുള്ള സമയം ഇപ്പോ. അറിയാലോ, പാവപ്പെട്ട കുടുംബമാണ് ഞങ്ങളുടേത്. ചേച്ചിയെ പോലെ നേഴ്സിംഗ് തന്നെയാണ് ഞാനും പഠിച്ചത്. എന്നാലും കല്യാണത്തെ പറ്റിയൊന്നും ആലോചിക്കാറായിട്ടില്ല. കടോ ഇടമൊക്കെ വാങ്ങിച്ച് അയർലൻഡിലേക്ക് ഒരു വിസ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതും വീട്ടും. അതുകൊണ്ടാ പറഞ്ഞത് എനിക്കൊരു യാത്രയുണ്ടെന്ന്. എന്റെ യാത്രയ്ക്ക് മുമ്പ് ചേച്ചിയുടെ കടം വീട്ടണം. സുസ്മിതയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശുകൊണ്ട് ചേച്ചിക്ക് വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടായെന്നാണോ വിചാരം? സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. ഒരു നിസ്സാര കാരണം ഉണ്ടാക്കി ധന്യ ഡോക്ടർ ചേച്ചി ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. പിന്നെ പലയിടത്തും ജോലിക്ക് ശ്രമിച്ചെങ്കിലും കരുണയിൽ അന്വേഷിക്കുമ്പോൾ മോശം റിപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് അതൊന്നും നടന്നില്ല. കല്യാണം കഴിഞ്ഞിരുന്നതുകൊണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. ജോലി പോയതോടെ ഭർത്തൃ വീട്ടുകാരുമായുള്ള ബന്ധത്തിലും താളപ്പിഴയായി. പ്രസവത്തിന് ചേച്ചിയെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയ ചേട്ടൻ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. വിദ്യേച്ചി ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് ഭ്രാന്താശുപത്രിയിലാണ്.
ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ടാ വിദ്യേച്ചിയുടെ ഭാഗത്ത് സത്യമുണ്ടെന്ന് തെളിയിക്കണമെന്ന് എനിക്ക് തോന്നിയത്. വിദ്യേച്ചി പറഞ്ഞത് കള്ളമായിരുന്നില്ല എന്ന് എല്ലാവർക്കും ബോധ്യം വരണം. ഭ്രാന്തിന്റെ ഇടവേളയിൽ ബോധം വരുമ്പോൾ വിദ്യേച്ചി കരഞ്ഞു പറയാറുണ്ടായിരുന്നു, ചേച്ചി ആരും പറ്റിച്ചിട്ടില്ല എന്ന്. പറഞ്ഞതെല്ലാം സത്യം മാത്രമായിരുന്നു എന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ, അല്ലാതെ സുസ്മിതയുടെ കയ്യിൽ എപ്പാണോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. സുസ്മിതയ്ക്ക് പഴയ കാര്യങ്ങളും താല്പര്യമില്ലെങ്കിൽ വിട്ടേക്ക്. ഞാനായിട്ട് ഒന്നിനും നിർബന്ധിക്കുന്നില്ല. നീലിമേ, വിദ്യ എവിടെയാ? എനിക്കൊന്ന് കാണണം. ദാ അവിടെ. മരിച്ചിട്ട് ഒരാഴ്ച. സുസ്മിതയ്ക്ക് ആവശ്യം തോന്നിയ എന്നെ വിളിക്കാം. ഒരാഴ്ച കൂടി മാത്രം. അത് കഴിഞ്ഞാൽ ഞാൻ അയർലൻഡിലേക്ക് പോകും. കഴിക്കും. അപ്പൊ ശാരദാമ്മ ഇരിക്കുന്നില്ലേ? എനിക്ക് വിശന്ന് തുടങ്ങിയിട്ടില്ല. ഭാനുമതിയമ്മ കഴിക്കും. എനിക്കാണെങ്കിൽ ജന്മം മുഴുവൻ വിശപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ ഒരു ജന്മം. ആ, ശാരദാമ്മ ഇരിക്കുന്നില്ലെങ്കിൽ വേണ്ട, എനിക്ക് വിളമ്പിത്തന്നോണ്ട് നിന്നാ മതി. ശാരദാമ്മ ഓർക്കുന്നുണ്ടോ, ഞാൻ ഈ വീട്ടിൽ കുറെ നാൾ നിന്നെങ്കിലും ഒരിക്കൽ പോലും ഊണുമേശ കയറി ഇരുന്നിട്ടില്ല. ശാരദാമ്മ പലപ്പോഴും നിർബന്ധിച്ചെങ്കിലും ഈ വീട്ടിലോട്ട് പോലും കയറിയിട്ടില്ല. ഇപ്പൊ ഈ ഊണുമേശയില് ഒരു വീട്ടുകാരിയുടെ അധികാരത്തോടെ ഇരിക്കാൻ ഒരു കൊതി. വീടാകെ മാറിപ്പോയല്ലോ. ഭാനുമതിയമ്മ അന്ന് കണ്ടില്ലേ, രണ്ടാമത്തെ ആള് ശാലിനി. അവളിന്ന് കളക്ടറാ. ഈ ജില്ലയിലപ്പ നിയമനം. താമസം ഇവിടെയും. മറ്റു രണ്ടുപേരും അവരും ഭർത്താക്കന്മാരുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. കൊച്ചുങ്ങളുമായി. മൂന്നാൾക്കും പെൺകുട്ടികളാ. ശാരികയ്ക്കും ശാലിനിക്കും ശ്യാമയ്ക്കും അല്ലേ? അതെ. ശ്യാമയ്ക്കും അതെ. മക്കളുടെ ജീവിതത്തിന് വേണ്ടി അമ്മമാര് എന്ത് കള്ളവും പറയും ശാരദാമ്മേ. പക്ഷേ സത്യമെന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ദൈവം വിധിച്ചത് മാറ്റി എഴുതാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ശാരദാമ്മേ. ശാലിനിക്കും ശ്യാമയ്ക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ടാവില്ല. രണ്ടിലൊരാൾക്കേ സന്താന ഭാഗ്യം ശേഷിക്കൂ. അതാ ദൈവവിധി. ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന് ശാരദാമ്മ വിചാരിക്കും. ഇത് പറയാൻ വേണ്ടിയാ ഞാനിവിടെ വന്നത്. അല്ല ശാരദാമ്മേ, ഭാനുമതിയമ്മ നിങ്ങൾ എന്ത് വർത്താനേ പറയുന്നത്? ശാരദാമ്മേ, ആരെ വിളിക്കുന്നുണ്ട് ശാരദാമ്മേ? ശാരദാമ്മ പോയി ആരാണെന്ന് നോക്കൂ. വിളിക്കുന്നവരാരായാലും അവിടെ നിൽക്കട്ടെ. നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട്. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത് ആരാന്ന്, നിങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരാന്ന് എനിക്കറിയണം. ശാരദാമ്മേ, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം ശാരദാമ്മേ. ഇപ്പൊ സംസാരിക്കാന്ന് വെച്ചാ പുറത്തു നിൽക്കുന്ന ആളതിന് സമ്മതിക്കില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ശാരദാമ്മ വിളമ്പി വെച്ച ഭക്ഷണം ഒന്ന് കഴിച്ചോട്ടെ. ശാരദാമ്മ പോയി അത് ആരാണെന്ന് നോക്കിയിട്ട് വാ. അല്ല ശാരദാമ്മേ, കിടന്നു തൊള്ള തുറക്കണ്ട, ഞാൻ വരുന്നു.
ശാരദാമ്മേ, മല്ലീശ്വരം കോവിലെന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ ഉണ്ട് എല്ലാത്തിനും പരിഹാരം. ശാരദാമ്മേ, ശാരദാമ്മ പോയിട്ട് വാ. ആ എന്താടി എന്തൊരു ഉറക്കോ ശാരദാമ്മ ഇത്? ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു. ഉറക്കോ? ഞാനകത്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ആരോട്? ആ ഭാനുമതി അമ്മ വന്നിട്ടുണ്ട്. ഭാനുമതി അമ്മയോ? ഏത് ഭാനുമതി അമ്മ? എടി, ഇടയ്ക്ക് കുറച്ചു കാലം ഇവിടെ താമസിച്ചില്ലേ? മറ്റേ ആ ഉരുൾപൊട്ടലിൽ ബന്ധുക്കളൊക്കെ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട്. ഓ, അവരോ? അവര് പെട്ടെന്ന് ഇങ്ങോട്ട് മുങ്ങിയതല്ലേ? ഈ 6-7 വർഷം അവരെവിടെയായിരുന്നു? അതൊന്നും ചോദിക്കാനുള്ള സാവകാശം കിട്ടിയില്ല. പതിവ് പോലെ വന്ന പാടെ വിശക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോറെടുത്ത് കൊടുത്തിട്ട് പോന്നിരിക്കുക. ചോറെടുത്ത് കൊടുത്തുന്നോ? അതിന് ചോറ് എവിടുന്നാ ശാരദാമ്മേ? ശാലിനിമോളും സത്യമോളൊക്കെ ഫംഗ്ഷന് പോകുന്നതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും വയ്ക്കുന്നില്ലെന്ന് ശാരദാമ്മയല്ലേ പറഞ്ഞത്? വല്ലാത്ത നടുവേദന, ഒന്ന് തല ചായ്ക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് മയങ്ങാൻ പോയതല്ലേ? ഇതിനിടയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറയണമെന്നും പറഞ്ഞു. എന്നിട്ട് അവരിവിടെ കിടന്ന് തൊണ്ട കയറി വിളിച്ചിട്ട് നീ കേട്ടില്ലേ? അപ്പോ ആര് വിളിച്ചെന്നാ ശാരദാമ്മ പറയുന്നേ? ആ, ഞാൻ മൊത്ത സമയം ഹോട്ടലിന്റെ കൗണ്ടറിൽ കണക്ക് നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. ശാരദാമ്മ കിടക്കാൻ പോയതിനു ശേഷം ഹോട്ടലിലേക്ക് രീച്ച പോലും വന്നിട്ടില്ല. അപ്പോ ഒരാൾ ഇവിടെ വന്ന് ശാരദാമ്മയെ വിളിച്ച ഞാൻ അറിയത്തില്ലേ? ഒന്നുകിൽ ശാരദാമ്മ എന്നെ കളിപ്പിക്കാൻ പറയുന്നതാ, അതല്ലെങ്കിൽ ശാരദാമ്മ സ്വപ്നം കണ്ടതാ. എടി, ഞാൻ അവിടെ ചോറൊക്കെ എടുത്തു വെച്ചത് സ്വപ്നമാണെന്നാണോ? എവിടുന്ന് ചോറെടുത്ത് വെക്കാനാ ശാരദാമ്മേ? ഭാനുമതിയമ്മേ, 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 ഭാനുമതിയമ്മേ. എടി ശാന്തി, ഞാനിവിടെ. ഒന്നും പറയണ്ട ശാരദാമ്മേ, മനസ്സിലായി. എടി, ഈ കസേരയിൽ അവരിരുന്നത്. അവിടെ ഭാനുമതിയമ്മേ, ഭാനുമതിയമ്മേ, ശാന്തേ, അതിനുള്ളിൽ അവര് കുളിച്ചത്. ഒരു തുള്ളി വെള്ളം പോലും വീണിട്ടില്ല. എങ്ങനെ? ശാന്തേ, ഭാനുമതിയമ്മേ, ശാന്തേ, ശാന്ത, ഞാനിവിടെ. ശാരദാമ്മ ഇങ്ങ് വന്നേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പകൽ അധിക സമയം കിടന്ന് ഉറങ്ങരുതെന്ന്. ശാന്ത, ഞാൻ അങ്ങനെ. വാ. എടി നിക്ക്, നീ എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നേ? നമുക്ക് ഹോട്ടലിൽ ഇരിക്കണോ അതോ ഞാൻ ഊണ് ഇങ്ങോട്ട് എടുക്കണോ? നീ പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. അതെ, ഇനിയും പോയി കിടന്നുറങ്ങി പുതിയ സ്വപ്നമൊന്നും കണ്ടു കളയരുത്.
എനിക്കും ശ്യാമയ്ക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ടാവില്ല. രണ്ടിലൊരാൾക്കേ സന്താന ഭാഗ്യം ശേഷിക്കൂ. അതാ ദൈവവിധി. ഇത് പറയാൻ വേണ്ടിയാ ഞാനിവിടെ വന്നത്.